ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇതുപോലെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ ഡിജിറ്റൽ സർവേ, അതായത് ഭൂമിയുടെ ഡിജിറ്റലായിട്ട് ഏരിയ ഒക്കെ എങ്ങനെ കാണാമെന്നും എങ്ങനെ മെഷർമെന്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, പ്രൈവറ്റ് ആയിട്ടല്ല. റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് അതാത് വില്ലേജിലേക്ക് ആൾക്കാർ വന്ന് അവരുടെ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തും, അതും ഡിജിറ്റലായിട്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മൊബൈൽ നമ്പറിൽ എൻ്റെ ഭൂമി എന്നൊരു സൈറ്റ് ഉണ്ട്, അതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിജിറ്റലായിട്ട് ആ ഒരു സ്ഥലത്തിന്റെ മാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇതിലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു സ്ഥലം മേടിക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നാൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പം നമ്മളൊരു ലാൻഡ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് അത് പോക്കുവരവ് ചെയ്യുന്നതാണ്. പോക്കുവരവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആധാരം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയൊക്കെ കഴിയുന്നതിന് ശേഷം ഈ പറഞ്ഞ ആധാരത്തിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ലാൻഡിന്റെ കരം നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കും. അപ്പോൾ ഈ ഗവൺമെന്റിലേക്ക് അടയ്ക്കുമ്പോൾ അത് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഗവൺമെന്റ് സ്വീകരിക്കും. അത് കഴിഞ്ഞാലാണ് ശരിക്കും ആ ഒരു പ്രോപ്പർട്ടി ആ ഒരു മേടിച്ച ആളുടെ പേരിലേക്ക് കറക്റ്റായിട്ട് ആവുകയുള്ളൂ. ഇതാണ് ശരിക്കും നമ്മളൊരു ലാൻഡ് മേടിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ചെയ്യേണ്ട കാര്യം. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഗവൺമെന്റിന്റെ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങളാണ്. അതായത് അളന്നൊന്നും കൂടി തിട്ടപ്പെടുത്തണമെങ്കിൽ തിട്ടപ്പെടുത്താം, കാരണം അയൽവാസികളായിട്ട് പിന്നീട് ഒരു തർക്കം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഒരു ചുറ്റുമതിൽ, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സ്ഥലത്ത് എന്തെങ്കിലും വാട്ടർ കണക്ഷൻ, അതായത് വെള്ളത്തിന്റെ എന്തെങ്കിലും സ്രോതസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് പിന്നീട് വേണ്ടി വരാം. ഈ 3 കാര്യങ്ങളിൽ ഒരു കാര്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേടിച്ച സ്ഥലത്ത് അതിർത്തിയിലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അത് വെട്ടിക്കളയുന്നതായിരിക്കും. എന്തുകൊണ്ടെന്നാൽ പിന്നീട് അയൽവാസികളായോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ മതിൽ പണിയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വൃക്ഷത്തെ അവിടെ നിന്ന് വെട്ടിമാറ്റേണ്ടി വരും. പിന്നീട് ഒരു പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് വെട്ടിക്കളയുക. പക്ഷെ ആ ഒരു മരം വെട്ടുന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 1-2 വർഷത്തേകൾ നമ്മൾ നമ്മുടെ പറമ്പിൽ തന്നെ വേറെ എവിടെയെങ്കിലും നട്ടു വളർത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിർത്തിയിലുള്ള മരം മുറിച്ചു കളയോ അതല്ലെങ്കിൽ അതിന്റെ ശീലങ്ങളാണ് അയൽവാസികൾക്ക് ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ അവരുമായി ഒരു പ്രശ്നം നമുക്ക് ഇല്ലാതാക്കാം. അടുത്ത് പറയുന്നത് നമ്മൾ മേടിച്ച സ്ഥലത്ത് ഒരു ചുറ്റുമതിൽ പണിയാന്നാണ്. അത് ഡിജിറ്റൽ സർവേയിലും അതുപോലെ തന്നെ വില്ലേജിൽ നിന്നുള്ള ഈ ലാൻഡിന്റെ മെഷർമെന്റിലും എല്ലാം ഓക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ചുറ്റുമതിൽ പണിയാം. മതിൽ പണിയാൻ പല ഓപ്ഷൻസും ഇപ്പോഴുണ്ട്. സ്നേഹമതിൽ പണിയാം, അതല്ലെങ്കിൽ കോൺക്രീറ്റ് മതിൽ പണിയാം, അതല്ലെങ്കിൽ സാധാ മതിലുകളുണ്ട്. അത് പല റേറ്റിനും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള രീതിയിലുള്ള മതിലുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. പിന്നെ നമുക്ക് അവിടെ ഒരു ജലസ്രോതസ്സാണ് വേണ്ടി വരിക. വീട് പണിയൊക്കെ ചെയ്യുന്നതിനേക്കാളും മുന്നേ എന്തായാലും അവിടെ ഒരു ജലസ്രോതസ് വേണ്ടി വരും. അത് കിണറാവാം, പൈപ്പ് കണക്ഷൻ ആവാം, ഏത് രീതിയിലുള്ള ആവാം. ഇല്ലാത്ത സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ജലലഭ്യത നോക്കിയിട്ട് ഒരു കിണർ കുഴിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് ഒരു സ്നേഹമതിൽ, അതായത് ഒരു സ്ഥലത്ത് സ്നേഹമതിൽ പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് എത്ര കോസ്റ്റ് വരും, അതുപോലെ തന്നെ അതിന്റെ അളവ് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. സ്നേഹമതിൽ പണിയുമ്പോൾ അത് വേറെ രീതിയിലാണ് അതിന്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിൽ ഞാൻ എടുക്കുന്നത്, ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഒരു സ്ഥലത്തിന്റെ ഡിജിറ്റൽ മാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സെയിം ഡിജിറ്റൽ മാപ്പാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ലാൻഡ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ദീർഘചതുരാകൃതി പോലെയുള്ള ഒരു ഷേപ്പാണ് അതിന്റെ, പക്ഷെ കറക്റ്റ് ഷേപ്പ് അല്ല. അതായത് കറക്റ്റ് ദീർഘചതുരല്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഒരു വളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഓവറോൾ അങ്ങനെ ഒരു ഷേപ്പാണ്. ഇതിലിപ്പോൾ യൂണിറ്റ് നമ്മൾ മീറ്റർ ആയിട്ടാണ് എടുത്താക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ സൈഡിലത്തെയും കറക്റ്റ് ആയിട്ടുള്ള ലെങ്ത് നമ്മൾ മീറ്ററിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് തന്നെ നമ്മളൊരു 8 പോയിന്റ്സ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പോയിന്റ്സിൽ നിന്നും അടുത്ത പോയിന്റിലേക്കുള്ള കറക്റ്റ് ഡിസ്റ്റൻസ് ആണ് നമ്മളവിടെ യൂണിറ്റ് മീറ്റർ ആയിട്ട് മെഷർ ചെയ്ത് വെച്ചാകുന്നത്. അപ്പോൾ ഇതിൽ ഈ 12.1 എടുക്കുന്ന ഫ്രണ്ട് സൈഡ് ഉണ്ട്. അത് നമ്മൾ മതിൽ പണിയാനായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. അത് പിന്നീട് വേറെ ടൈപ്പ് മതിൽ
പണിയാനാണ് നോക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഏരിയയിൽ നമ്മൾ സ്നേഹമതിൽ പണിയാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ സ്നേഹമതിലിനുള്ള കോസ്റ്റ് കണ്ടുപിടിക്കാം, അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ സ്നേഹമതിൽ പണിയുന്ന ആൾക്കാരോട് സ്ക്വയർ ഫീറ്റിന് എത്രയാണ് കോസ്റ്റ് വരാമെന്ന് ചോദിച്ചു വയ്ക്കണം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോൾ സ്നേഹമതിൽ ഒരു 20 വർഷ വാറണ്ടി ഒക്കെ പറയുന്ന സ്നേഹമതിൽ ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ ആളടുത്ത് ഞാൻ പോയി അന്വേഷിച്ചു. വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ആൾ പറയുന്നത് സ്ക്വയർ ഫീറ്റിന് 60 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ എത്ര കോസ്റ്റ് ഇതിന് വേണ്ടി വരുന്നു നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ ആ സ്ഥലത്തിൻ്റെ മാപ്പിൽ, ഡിജിറ്റൽ മാപ്പിൽ അതിൻ്റെ ലെങ്ത് ഉണ്ടാവും. അതിന് ചുറ്റുള്ളത്, അതായത് ഫ്രണ്ട് സൈഡ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൈഡിലത്തെയും ലെങ്ത്തുകൾ തമ്മിൽ കൂട്ടാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ സൈഡ്, ലെഫ്റ്റ് സൈഡ് ആയാലും ബാക്ക് സൈഡ് ആയാലും റൈറ്റ് സൈഡ് ആയാലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ടോട്ടലാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഏകദേശം ടോട്ടൽ വരുന്നത് 94.3 ആണ്. ഇപ്പോൾ ഇതാണ് ടോട്ടൽ മീറ്റർ കിട്ടിയേക്കുന്നത്. സ്നേഹമതിൽ പണിയുമ്പോൾ അത് സ്ക്വയർ ഫീറ്റിനാണ് പൈസ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ മീറ്ററിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കതിനെ സ്ക്വയർ ഫീറ്റ് ആക്കി മാറ്റണമെങ്കിൽ, അതായത് ഫീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ 3.28 കൊണ്ട് ഗുണിക്കണം. അതായത് ഒരു മീറ്റർ എന്ന് പറയുന്നത് 3.28 ഫീറ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ നമുക്ക് കിട്ടിയ 94.3 അതിനെ നമുക്ക് 3.28 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് 309.304 ഫീറ്റ് മൊത്തം ലെങ്തിനെ നമുക്ക് ഫീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പണിയാൻ ഉദ്ദേശിക്കുന്ന സ്നേഹമതിലിന്റെ ഉയരം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അവർ തന്നെ പറയുണ്ടാവും എത്രയൊക്കെയാണ് അവരിലുള്ള ഹൈറ്റുകളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ 5.4 ഫീറ്റിൻ്റെയാണ് സ്നേഹമതിൽ പണിയാൻ പോകുന്നത്. ഇപ്പോൾ 5.25 ഫീറ്റ്. ഇപ്പോൾ ഈ രണ്ട് അളവ്, അതായത് നമുക്ക് ടോട്ടൽ ലെങ്ത്തും കിട്ടി, അതുപോലെ തന്നെ സ്നേഹമതിലിന് വേണ്ട ഹൈറ്റും കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ടി വരുന്ന ആകെ അളവ്, നമുക്ക് ഏരിയ കാണാനായിട്ടുള്ള ഈക്വേഷൻ ലെങ്ത്തിന്റെ വിഡ്ത്താണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ 309.304 ഫീറ്റ്, അതാണ് അതിന്റെ ലെങ്ത് വരെ. അതുപോലെ തന്നെ സ്നേഹമതിലിന്റെ ഉയരം, അതായത് 5.25 ഫീറ്റ്, ഇതാണ് നമ്മുടെ വിഡ്ത്ത് വരെ. അപ്പോൾ ഇത് രണ്ടും കൂടി ഗുണിക്കുമ്പോൾ നമുക്ക് വരുന്നത് 1623.846 ഫീറ്റ് ആണ്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് 1623.846 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു സ്ക്വയർ ഫീറ്റിന് 60 രൂപയാണ്. ഈ പറഞ്ഞ പോലെ 1623.846 ഫീറ്റിനെ നമ്മൾ 60 രൂപ കൊണ്ട് ഗുണിക്കും. അപ്പോൾ മൊത്തം നമുക്ക് 97,430.76, അതായത് 97,430 അത്രയ്ക്കാണ് നമുക്ക് ഈ ഒരു സ്നേഹമതിൽ പണിയാൻ വേണ്ടി വരണം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.